ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ചെറുപയർ കഞ്ഞീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അളവ് പോലത്തെ ഞാൻ പറയാം കേട്ടോ. 1 ഗ്ലാസ് ചെറുപയറും 1 ഗ്ലാസ് ബിരിയാണി അരിയും. ബിരിയാണി അരി ഏത് വേണമെങ്കിൽ എടുക്കാവേ, മറ്റേ ജീരകശാലയോ, ഞാൻ എടുത്തത് ജീരകശാലയാണ്. നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കണ അരി കേട്ടോ. അതിൽ നമ്മൾ 2 പാൽ, 1 തേങ്ങയുടെ പാലെടുത്തോളൂ എല്ലാവരും. ചെറിയ തേങ്ങയാണെങ്കിൽ ചെറുത്. എന്നിട്ട് അതിൽ ചെറുപയറും അരിയും ഉപ്പും ഇട്ട് നന്നായി ഇളക്കിയിട്ട് അത് കുക്കറിൽ വിസിൽ വെക്കുക. 2 പാലിൽ കേട്ടോ. നമ്മൾ 1 പാൽ എടുത്ത് കുറച്ചധികം പാൽ എടുത്തോളൂ കേട്ടോ. ഇതൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് പാൽ പോരാണ്ടാവും. 1 പാൽ നിറയെ എടുത്ത് വെക്കുക, 2 പാലും നിറയെ എടുത്തിട്ട് അതിലിട്ട് വേവിക്കുക. അപ്പോൾ വേവിക്കുമ്പോൾ 1 വിസിൽ വെച്ചാൽ മതി. എന്നിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിലിടുകയോ അല്ലെങ്കിൽ 2 വിസിൽ വെച്ചിട്ട് 10 മിനിറ്റോ 15 മിനിറ്റോ സിമ്മിലിട്ട് വെച്ചാൽ അതിങ്ങനെ വെന്തുടഞ്ഞ് കറക്റ്റായിരിക്കും. എന്നിട്ട് നമ്മൾ 1 പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി 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 കൊടുത്താൽ നമ്മുടെ അടിപൊളി കഞ്ഞിയാവും. നമുക്ക് തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ. കുറച്ച് ഇത്ര പാലെടുത്ത് വെച്ചില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നപ്പോൾ ഇടയ്ക്ക് കുടിച്ചൊക്കെ നോക്കുക, ടേസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഇതിനൊരു താളിപ്പുണ്ട്. ആ താളിപ്പാണ് ഇതിൻ്റെ നല്ല മണം കൊടുക്കണ സാധനം കേട്ടോ, ഈ കഞ്ഞിക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ വേണ്ട അളവിന് ഇത് കഞ്ഞി ലൂസാക്കാം. നല്ല തിക്കായിട്ട് വേണ്ടവരൊക്കെ അങ്ങനെ. മട്ട് വേണ്ടാന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ, അതാണ് കാണിച്ചത്. മട്ടല്ല, തേങ്ങൻ്റെ ഇത് അവസാനത്തുണ്ടാവുമല്ലോ, അതാണത്. എന്നിട്ട് ഈ ലെവലാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യും എണ്ണ, ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ, കോക്കനട്ട് ഓയിൽ. എന്നിട്ട് അതിൽ നല്ല ചെറിയുള്ളി നല്ല ചുവക്ക ഗോൾഡൻ കളറായിട്ട് വറുത്തെടുക്കുക. ചീനച്ചട്ടീൻ്റെ ഒരു കാത് പോയിട്ട് പറഞ്ഞാൽ കേൾക്കണില്ല കേട്ടോ. അടുപ്പിൽ നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് നിർത്തി വെച്ചിട്ടാണ് ഞാൻ കടുക് വറുത്തത്. അപ്പോൾ ഉള്ളിനെ വറുത്തിട്ട് ഈ കഞ്ഞിയിലേക്ക് കൊട്ടുമ്പോൾ തന്നെ നല്ല ഒരു മണം വരും. സൂപ്പർ. അപ്പോൾ അതിപ്പോൾ തന്നെ കൊതി വന്നു കേട്ടോ വായിലൊക്കെ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനത്തെ കഞ്ഞി നിങ്ങൾ വെച്ച് കുടിച്ച് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അടിക്കുക. കഞ്ഞി എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, അങ്ങനത്തെ കഞ്ഞി നിങ്ങൾ വെക്കാറുണ്ടോ എന്നൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.